അപ്പോൾ SRK പാർട്ട് 1 വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇവന്റ് സിനിമയെ പറ്റി സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വർഷം 2007. കുറച്ചധികം കാര്യങ്ങൾ നടന്നിരുന്ന ഒരു വർഷമായിരുന്നു അത്. ഇന്ത്യ ODI വേൾഡ് കപ്പിൽ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ബംഗ്ലാദേശിനോട് തോറ്റു പുറത്തായി. എന്നാൽ അതേ വർഷം നടന്ന ആദ്യത്തെ T20 വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കി. ഒപ്പം സാധാരണക്കാരന്റെ ഫോൺ നോക്കിയയും പണക്കാരന്റെ ഫോണായി ബ്ലാക്ക്ബെറിയും ഉണ്ടായിരുന്ന ഈ ലോകത്തേക്ക് മറ്റൊരു ഫോൺ കൂടി അവതരിച്ചു, സ്റ്റീവ് ജോബ്സിന്റെ iPhone. ഇതേ വർഷം നടന്ന മറ്റൊരു മഹാസംഭവം തന്നെയായിരുന്നു ഷാറൂഖ് ഖാന്റെ ഓം ശാന്തി ഓം എന്ന സിനിമയുടെ റിലീസ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ഈ സിനിമയുടെ റിലീസിന്റെ അലയൊലികൾ കേരളത്തിൽ വരെ എത്തിക്കാൻ അതിന്റെ പ്രൊഡക്ഷൻ ടീമിന് കഴിഞ്ഞിരുന്നു. ബേസിക്കലി ഷാറൂഖ് തന്നെ അറിയപ്പെട്ടിരുന്നത് പ്രൊമോഷണൽ കിങ് എന്നാണ്. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത് ഷാറൂഖിന്റെ തന്നെ റെഡ് ചില്ലീസ് ആയിരുന്നു. ഇനി ഇതിന്റെ റിലീസ് സമയം കുറച്ചധികം ചർച്ച ചെയ്യപ്പെടാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇതേ ദിവസം ഇതിനോടൊപ്പം മറ്റൊരു ബോളിവുഡ് സിനിമ കൂടി റിലീസായിരുന്നു. എന്നാൽ ഷാറൂഖ് ഖാന്റെ ഈ വമ്പൻ പടത്തിന്റെ കൂടെ ഇറങ്ങിയത് മറ്റേതെങ്കിലും ബിഗ് ഹീറോ സിനിമ ആയിരുന്നില്ല, മറിച്ച് കപൂർ ഫാമിലിയിലെ യങ്ങസ്റ്റ് എൻട്രി ടു ദ ഇൻഡസ്ട്രി. ഇറ്റ് വാസ് രൺബീർ കപൂർ ആൻഡ് ദ മൂവി വാസ് സാവരിയ. സോ ഇത്രയും വലിയൊരു ഷാറൂഖ് പടത്തിന്റെ കൂടെ ഒരു പുതുമുഖത്തിന്റെ സിനിമ റിലീസ് ചെയ്യാൻ കാണിച്ച ധൈര്യവും അന്ന് ചർച്ചാ വിഷയമായിരുന്നു. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. നിങ്ങളിൽ മിക്ക ആളുകളും ഈ സിനിമ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇൻ ആൻഡ് ഔട്ട് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും എന്നും വിശ്വസിക്കുന്നു. ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബേസിക്കലി ഇതൊരു റീഇൻകാർണേഷൻ പരിപാടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ടവനായിരുന്ന ഒരാൾ അടുത്ത ജന്മത്തിൽ ഒരു സൂപ്പർ സ്റ്റാറായി ജനിക്കുകയും വർഷങ്ങൾക്ക് മുമ്പ് ആളുകളുടെ ഡ്രീം ഗേൾ ആയിരുന്ന ഒരു ആക്ട്രസ് ഈ ജന്മത്തിൽ ഒരു സാധാരണക്കാരിയെ ജനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ വേഗമായിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്, കാരണം ഇതിനപ്പുറം എന്ത് പറഞ്ഞാലും അത് സ്പോയിലർ ആയി പോകും. സോ ഈ സിനിമയിൽ കോമഡി, റൊമാൻസ്, പാട്ട്, ഡാൻസ്, സെന്റിമെന്റ്സ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ഇനി ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് അത് ഈ സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു. വളരെ ചുരുക്കി എവിടെയും തൊടാതെ അതിനെപ്പറ്റി പറഞ്ഞാൽ, ക്ലൈമാക്സിൽ നായകനും തന്റെ കൂട്ടുകാരും ചേർന്ന് ഒരു ഡ്രാമ സെറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ വെച്ച് നായകന്റെ കൂട്ടുകാർ ഈ ഡ്രാമയിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആവുന്നു. പക്ഷെ നായകൻ ഇത് അറിയുന്നില്ല, കാരണം കാര്യങ്ങളെല്ലാം അയാൾ വിചാരിച്ചപടി തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ നായകൻ കരുതുന്നത് പോലെ അതെല്ലാം ചെയ്തിരുന്നത് അയാളുടെ കൂട്ടുകാരായിരുന്നില്ല. എന്നാൽ അൾട്ടിമേറ്റ്ലി നായകൻ ആ സത്യം മനസ്സിലാക്കുന്നു. താൻ തന്റെ കൂട്ടുകാരോടൊപ്പം ചെയ്തു വെച്ച സെറ്റിംഗ്സ് ഒക്കെ പവർ ഫെയിലിയർ മൂലം പാളിപ്പോയിട്ടും പിന്നെ ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ഒടുക്കം ഇതൊക്കെ ചെയ്ത അയാളുടെ കണ്ണിലേക്ക് നായകന്റെ ഒരു നോട്ടമുണ്ട്. അവർ തിരിച്ചും നായകനെ നോക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വമ്പൻ BGM. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇവന്റ് പടത്തിന്റെ ഹെവി ക്ലൈമാക്സ് അവിടെ അവസാനിക്കുന്നു. സോ തീർച്ചയായും നിങ്ങളിൽ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം.